അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അകാരണമായി വണ്ണം കൂടിയാൽ കാരണം മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ അമിതവണ്ണം ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രസവശേഷവും ആർത്തവ വിരാമത്തോടടുക്കുമ്പോഴും അമിതവണ്ണം കണ്ടുവരാറുണ്ട്. പൊതുവിൽ 45 വയസ്സിന് ശേഷമാണ് സ്ത്രീകളിൽ ആർത്തവ വിരാമം കണ്ടുവരുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ 30 വയസ്സിന് ശേഷവും അല്ലെങ്കിൽ 35 വയസ്സിനോട് അടുക്കുമ്പോൾ തന്നെ ആർത്തവ വിരാമം പലരിലും കണ്ടു തുടങ്ങുന്നു. ഇത്തരത്തിൽ ആർത്തവ വിരാമം 30 വയസ്സിൽ തന്നെ ആരംഭിച്ചാൽ ഇവരിൽ അകാരണമായ വണ്ണം വെക്കാനുള്ള സാധ്യത കുറവല്ല. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് വണ്ണം വെക്കുന്നതിന് പിന്നിലെ കാരണങ്ങളും അവ കുറയ്ക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആർത്തവ വിരാമവും അമിതവണ്ണവും. ഒരു സ്ത്രീയിൽ ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനവും സംഭവിക്കുന്നു. ഇത്തരത്തിൽ ആർത്തവ വിരാമം മൂലം ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അടിവയറ്, ഇടുപ്പ്, തുട തുടങ്ങിയ ഇടങ്ങളിൽ വണ്ണം കൂടുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഹോർമോൺ വ്യതിയാനങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതശൈലിയും പാരമ്പര്യവുമെല്ലാം ഇത്തരത്തിൽ അമിതവണ്ണത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നു. തെറ്റായ ജീവിതശൈലികൾ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാത്തതും എക്സസൈസ് ചെയ്യാത്തതുമെല്ലാം വണ്ണത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പ്രായം കൂടുമ്പോൾ ശരീരത്തിലെ പേശികളുടെ ആരോഗ്യം നശിക്കുന്നു. ഇത് ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ആരോഗ്യകരമായ വണ്ണം നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പാരമ്പര്യമായി അമിതവണ്ണം ഉള്ളവരാണെങ്കിലും ആർത്തവ വിരാമം വളരെ നേരത്തെ സംഭവിക്കുന്ന പാരമ്പര്യം കുടുംബത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അമിതവണ്ണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദോഷഫലങ്ങൾ. ആർത്തവ വിരാമത്തോടെ വണ്ണം വർദ്ധിക്കുമ്പോൾ അവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്വാസമുട്ടൽ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹൃദ്രോഗങ്ങൾ, രക്തക്കുഴലിലേക്കുള്ള പ്രശ്നങ്ങൾ, ടൈപ്പ് 2 പ്രമേഹങ്ങൾ എന്നിവ വരാനുള്ള സാധ്യതയും ഇവരിൽ വളരെയധികം കൂടുതലാണ്. പരിഹരിക്കാൻ പിന്തുടരേണ്ടത്. എക്സസൈസ് വളരെ അനിവാര്യമാണ്. ശരീരത്തിലെ ഫിസിക്കൽ എക്സസൈസ് ലഭിക്കേണ്ടതും അനിവാര്യമാണ്. അതിനായി നടത്തം, മെഷീൻ വർക്കൗട്ട്, യോഗ, എയർ ബോക്സിംഗ് എന്നിവ പരിശീലിക്കാവുന്നതാണ്. ഇത്തരം എക്സസൈസിൽ ചെയ്യുന്നതിലൂടെ പേശികൾക്ക് ബലം വർദ്ധിക്കുന്നതാണ്. ശരീരത്തിൽ നിന്നും അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാനും ആരോഗ്യം നിലനിർത്താനും സാധിക്കുന്നതാണ്. എക്സസൈസ് പോലെ തന്നെ ആഹാരത്തിലും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. 30നും അതുപോലെ 40 വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായം എങ്കിൽ കാലറി കുറവുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. കാലറി കുറയുമ്പോൾ പോഷകങ്ങൾ കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ വിധത്തിൽ പോഷകങ്ങൾ ശരീരത്തിൽ എത്തിച്ചാൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, നട്ട്സ് എന്നിവ കഴിക്കേണ്ടതും അനിവാര്യമാണ്. പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. മധുരം കുറയ്ക്കുക, മദ്യപാനം കുറയ്ക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഡയറ്റ് നിർണ്ണയിക്കേണ്ടതും അനിവാര്യമാണ്. ആയതിനാൽ ഒരു ഡയറ്റീഷ്യനെ കണ്ട് അഭിപ്രായം തേടേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.